ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ആബിദ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാർഡ്വെയർ എന്താണെന്നും സോഫ്റ്റ്വെയർ എന്താണെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് കീബോർഡ് പരിചയപ്പെടാം. കീബോർഡിനകത്ത് നമുക്ക് എത്ര കീകളുണ്ട്, ഏതൊക്കെ കീകളുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. എ മുതൽ സെഡ് വരെയുള്ള ആൽഫാബറ്റിക് കീസുകളും 0 മുതൽ 9 വരെയുള്ള ന്യൂമറിക് കീസുകളും അതുപോലെ തന്നെ ഫങ്ഷൻ കീസുകളാണ് F1 തൊട്ട് F12 വരെ. അതുപോലെ 4 ആരോ കീകളുണ്ട്, അപ്പ്, ഡൗണ്, റൈറ്റ്, ലെഫ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ കീകളുണ്ട്, ടാബ്, ക്യാപ്സ് ലോക്ക്, ഷിഫ്റ്റ്, കൺട്രോള്, ആൾട്ട്, സ്പേസ് ബാർ, ഇങ്ങനെയുള്ള കീകളെല്ലാം എൻ്റർ, ഷിഫ്റ്റ്, ബാക്ക് സ്പേസ്, ഇതെല്ലാം സ്പെഷ്യൽ കീകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ കീകൾ എന്ന് പറയുന്നത് മറ്റുള്ള കീകളുടെ കൂടെ യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഷിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കീയിൽ തന്നെ 2 ചിഹ്നങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് ബ്രാക്കറ്റ്, അതായത് 9ഉം ബ്രാക്കറ്റും ഒരേ കീയിലാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ മുകളിലുള്ള ചിഹ്നങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം ബ്രാക്കറ്റ് ഇടാം. അതുപോലെ തന്നെ 9, ഈ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആണ് വരിക. ബ്രാക്കറ്റ് ക്ലോസ്, മുകളിലുള്ള ചിഹ്നം കിട്ടണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വേണം നമ്മൾ കീ യൂസ് ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ് ചെയ്തു അല്ലേ. ഈ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗത്തിന്, ഈ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത് കഴ്സർ എന്നാണ് പറയുന്നത്. ഇതിനെ നമുക്ക് ആരോ കീ പ്രസ് ചെയ്ത് ടോപ്പിലേക്ക് മൂവ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റിലോട്ട് കഴ്സറിനെ നീക്കാം. അതുപോലെ തന്നെ ബോട്ടം, ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ വേർഡ്സ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചതിന് നമുക്ക് കളയാം. പുതിയ ഒരു വേർഡ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു വേർഡ് കഴിഞ്ഞ് അടുത്ത വേർഡ് തുടങ്ങുന്നത് നമുക്ക് സ്പേസ് ബാർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കഴ്സർ അവിടെ വെച്ചിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ താഴോട്ട് വരും. ഓക്കെ, ദെൻ മേലോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ പിക്ചേഴ്സ് നമുക്ക് മുകളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കഴ്സർ ലൈനിൻ്റെ ഫസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. ആ ലൈൻ മുകളിലോട്ട് കയറിയത് കാണാം. ഇവിടെ കാണുന്ന ഈ സ്പേസ് നമുക്ക് മുകളിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ, അതായത് സേവ് ടൈം ഇൻ വേർഡ് എന്ന് കാണുന്ന ഈ ലൈൻ ഈ ന്യൂ ദം കാണുന്നിടത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ സേവിൻ്റെ അവിടെ കഴ്സർ വെച്ചിട്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്യാം. അപ്പോൾ ആ ലൈന് മുകളിലോട്ട് കയറിയതായിട്ട് കാണാം. ഓക്കെ, ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്നത്, ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞാൽ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് കത്തും. ഇനി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് കാണുന്നത്. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കുന്നതെല്ലാം നമുക്ക് എന്തായിരിക്കും, സ്മോൾ ലെറ്ററിലായിരിക്കും. ഓക്കെ, ദെൻ ഷിഫ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ലെറ്ററൊക്കെ ക്യാപിറ്റൽ ലെറ്റർ മതിയെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ലെറ്റർ കിട്ടും. ഓക്കെ, ദെൻ താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. ദെൻ നമ്പർ ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിങ് വരില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ലോക്ക് ഓൺ ചെയ്യുക. 0 1 2 3 5 6 ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് നമ്പറിങ് എൻ്റർ ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് നമ്പർ ലോക്കുകളുണ്ട്. ഓക്കെ, നമ്പർ കീകൾ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ദെൻ സ്പേസ് ബാർ എന്ന് പറയുന്നത് ഒരു വേർഡ് അടിച്ച് ഈ വലിയ ബാറിന് പറയുന്ന പേരാണ് സ്പേസ് ബാർ. ഒരു വേർഡ് കഴിഞ്ഞ് നെക്സ്റ്റ് വേർഡിന് അടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്പേസ് വേണം, അതിന് ഈ സ്പേസ് ബാറാണ് അടിക്കുന്നത്. ഓക്കെ, ദെൻ ബാക്ക് സ്പേസ്. നമുക്കിപ്പോൾ ഒരു വേർഡ് തെറ്റിക്കഴിഞ്ഞു, ആരോ കീ പ്രസ് ചെയ്ത് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേർഡ്സിനെ നമുക്ക് കളയാം. ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടെ ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് പുതിയ വേർഡ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.